ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റോക്സ്. ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ചെറുപുഷ്പം ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാല. നമുക്കറിയാലോ, പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അല്ലെങ്കിൽ കൂടെയുള്ളവരെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെയായ മറവി രോഗത്തെക്കുറിച്ച്, അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, എങ്ങനെ ഈ ഡിമെൻഷ്യ തിരിച്ചറിയും, ഇവയെക്കുറിച്ചെല്ലാം ഇതിനു മുമ്പൊരു വീഡിയോയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ മേധാക്ഷയം ബാധിച്ച ഒരു വ്യക്തിയെ അവരുടെ ട്രീറ്റ്മെന്റിൽ, അവരുടെ പരിചരണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? രോഗനിർണയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ മറവി രോഗങ്ങളും മേധാക്ഷയം അല്ലെങ്കിൽ ഡിമെൻഷ്യ അല്ല എന്നുള്ളതാണ്. അതായത് ഈ മറവി രോഗം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഡിമെൻഷ്യയാണോ, അതല്ല മറ്റേതെങ്കിലും രോഗങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ തലച്ചോറിനേക്കുന്ന ക്ഷതം കൊണ്ടോ, ചില വൈറ്റമിൻസിന്റെ കുറവുകൾ കൊണ്ടോ, അതല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ടോ, ആൻസൈറ്റി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണോ എന്ന രോഗനിർണയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുള്ള ഓർമ്മക്കുറവാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ആ മറവി രോഗവും പൂർണ്ണമായും പരിഹരിക്കപ്പെടും. അതേസമയം തലച്ചോറിലെ സെല്ലുകൾ ചുരുങ്ങുന്നത് കൊണ്ടോ അവ ജീർണിച്ചു പോകുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ഡിമെൻഷ്യ ആണെങ്കിൽ അത് നമുക്ക് നിയന്ത്രിച്ചു മുന്നോട്ട് പോകാനും സാധിക്കും, പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഡിമെൻഷ്യ പല വിധമുണ്ട്. ഉദാഹരണത്തിന് അൽസൈമേഴ്സ് ഡിമെൻഷ്യ, വാസ്കുലാർ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ, അങ്ങനെ ഈ ഡിമെൻഷ്യസ് എല്ലാം പൊതുവായ പല ലക്ഷണങ്ങളും കാണിക്കുമെങ്കിലും സിംറ്റംസിൽ ചില വ്യത്യസ്തതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ മാനേജ്മെന്റിലും ട്രീറ്റ്മെന്റിലും വ്യത്യസ്തത വേണ്ടി വരുന്നുണ്ട്. അൽസൈമേഴ്സ് ഡിമെൻഷ്യ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലെങ്കിലും അവയെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഇന്ന് നമുക്ക് ലഭ്യമാണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. തലച്ചോറിൽ കാണപ്പെടുന്ന അസറ്റൈൽ കൊളിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ ക്രമാതീതമായ കുറവ് ഈ മേധാക്ഷയത്തിന് ഒരു പരിധി വരെ കാരണമാവാറുണ്ട്. അപ്പോൾ ഈ അസറ്റൈൽ കൊളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കുറെയൊക്കെ ഈ ഓർമ്മക്കുറവിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ഈ മേധാക്ഷയത്തോട് ചേർന്ന് കാണപ്പെടുന്ന മറ്റ് ലക്ഷണങ്ങൾ, അമിതമായ ദേഷ്യം, ഉറക്കമില്ലായ്മ, സങ്കടം, ഡിപ്രഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതിലൂടെ ഇവരുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ നോക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കെയർ ടേക്കേഴ്സിന്റെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒക്കെ കുറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് പരിഹരിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത്തരം രോഗം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ച രോഗികളുടെ പരിചരണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ക്രമമായ ഭക്ഷണം. പ്രത്യേകിച്ച് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം ഈ രോഗികൾക്ക് കൃത്യമായ വ്യായാമം നൽകുന്നതും, ആരുടെയെങ്കിലും സഹായത്തോടെ, സപ്പോർട്ടോടെ അവർക്ക് വ്യായാമം കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് അവരുടെ ശരീരത്തിലെ പല ഹോർമോൺസിന്റെയും ഉൽപാദനം കൂട്ടാൻ സഹായിക്കും. അത് കുറെയൊക്കെ ഈ ഓർമ്മക്കുറവിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് ഒരു സഹായകരമാവാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവരുടെ പേഴ്സണൽ ഹൈജീൻ. കാരണം ഇവർക്ക് അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവും ഓർമ്മയും ഒക്കെ അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ ഇവരെ പരിചരിക്കുന്നവർ വേണം അവരുടെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ പലതരത്തിലുള്ള പല രോഗങ്ങളും കടന്നു വരാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവരുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത്. കാരണം ക്രമാതീതമായി രക്തത്തിലെ ഷുഗറിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത വളരെ കുറച്ച് കളയാൻ സാധ്യതയുണ്ട്. തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ ആ കോശങ്ങൾ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇത് ഓർമ്മക്കുറവിന്റെ ആക്കം കൂട്ടാൻ വളരെ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ പരിചരണം തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ഇവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇവർ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് പൂർണ്ണമായും ഇവരുടെ കുട്ടിക്കാലത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഓർമ്മയും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം ഒരു കുഞ്ഞിൻ്റെതിന് സമാനമായിരിക്കും. അപ്പോൾ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ അത്രയേറെ ക്ഷമയോടും സ്നേഹത്തോടും കൂടി നമ്മൾ ഇവരെ പരിചരിക്കേണ്ടി വരും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇതിലെല്ലാം ഉപരിയായി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം ഇവരെ പരിചരിക്കുന്നവരുടെ കാര്യമാണ്, കെയർ ടേക്കേഴ്സിന്റെ കാര്യമാണ്. കാരണം വളരെയധികം മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ കെയർ ടേക്കേഴ്സ് പലപ്പോഴും കടന്നു പോകുന്നത്. കാരണം രോഗിയിൽ നിന്ന് എത്ര സ്നേഹത്തോടെയോ എത്ര ശ്രദ്ധയോടും കൂടി പരിചരിച്ചാലും ഒരിക്കൽ പോലും ഒരു നല്ല വാക്കോ ഒരു സ്നേഹമോ ഒരു അപ്രീസിയേഷനോ ഇവർക്ക് തിരിച്ചു കിട്ടില്ല. എന്ന് മാത്രമല്ല, എപ്പോഴും തിരിച്ചു കിട്ടുന്നത് ദേഷ്യമോ അരിശവോ അതുമല്ലെങ്കിൽ ചിലപ്പോൾ സംശയമോ ഒക്കെ ആയിരിക്കും. അത് തന്നെയല്ല, എത്ര മനോഹരമായി പരിചരിച്ചാലും രോഗിയുടെ അവസ്ഥ ഒന്നിനൊന്നിന് വേഴ്സ് ആകും എന്നുള്ളതല്ലാതെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഇത് ഈ പരിചരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ കെയർ ടേക്കറിന്റെ കഷ്ടപ്പാട് ഒന്നിനൊന്നിന് കൂടുകയുള്ളൂ, ഒരിക്കലും കുറയുന്നില്ല. ഇത് ഇയാളെ വല്ലാത്ത അല്ലെങ്കിൽ ഈ പരിചരിക്കുന്ന വ്യക്തിയെ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്കും ഡിപ്രഷനിലേക്കും കൊണ്ടുപോകാറുണ്ട്. കണക്കുകൾ പറയുന്നത് അൽഷിമേഴ്സ് ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നവരിൽ 50% ആളുകളും ഡിപ്രഷൻ സാഹചര്യത്തിലേക്കൊക്കെ കടന്നു പോവാറുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡിമെൻഷ്യ കൂടുതലായും ബാധിക്കുന്നത് പുരുഷന്മാരെയാണ്. അത് ഏതാണ്ട് ഒരു 60 വയസ്സിനും മേൽ 60-65 വയസ്സിനും മേലെയാണ് ഈ രോഗം ബാധിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇവരെ പരിചരിക്കേണ്ടി വരുന്നത് ഇവരുടെ ഭാര്യമാരായിരിക്കും. അവർക്കും ഏതാണ്ട് ഈ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. അവർക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മാത്രമല്ല, നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ മെനോപോസിനോട് അടുക്കുമ്പോൾ തൊട്ട് തന്നെ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഒരു പലപ്പോഴും മൂഡ് സ്വിങ്, ദേഷ്യം, അരിശം, സങ്കടം, ചെറിയ ഡിപ്രഷൻ പോലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഇവർ ഇത്തരം ഒരു രോഗിയെ പരിചരിക്കേണ്ടി കൂടി വരുന്നത്. അത് ഇവരുടെ മാനസിക സംഘർഷം കൂട്ടുകയും അവർ പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടതും കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടതും ഈ കെയർ ടേക്കറിനാണ്. അതോടൊപ്പം തന്നെ അവർക്ക് മാനസികമായ കരുത്ത് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചേർന്ന് നിൽക്കുന്നവർ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. ഇതിനെല്ലാം ഉപരി ഈ കെയർ ടേക്കറിനും രോഗിക്കും ഒപ്പം നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരം രോഗികളെ റീഹാബ് ചെയ്യാനുള്ള ഒരുപാട് പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലെ കെയർ ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിചരിക്കാൻ നിൽക്കുന്നവർ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ളവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്, പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ്. തന്നെയല്ല, ഇവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഈ രോഗി പരിചരണം മാത്രം മതി. വീട്ടിലാവുമ്പോൾ ഈ നോക്കുന്നയാൾക്ക് രോഗിയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം, അതോടൊപ്പം അവരുടെ തൊഴിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അത് സംഘർഷം കൂട്ടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ എന്തു പറയും എന്ന വിചാരത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ രോഗികളെ കൊണ്ടെത്തിക്കാറില്ല. സത്യത്തിൽ അത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതിലൂടെ ആ രോഗിക്കും അവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്കും നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാടുമോ നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ ഇത്തരം മറവി രോഗം ബാധിച്ചവർ ഉണ്ടെങ്കിൽ അവർക്കും അവരെ പരിചരിക്കുന്നവർക്കും നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.